Hello. Good morning. Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Ma'am. Okay, start the yam. I check നോക്കിയോ? Good morning, good morning. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കി. അർത്ഥമൊക്കെ വീണ്ടും ഒന്നുകൂടിയൊക്കെ വായിച്ചു നോക്കിയപ്പോ ഒന്നുകൂടി മനസ്സിലായോ? ഏതാണ് ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കരുത് കേട്ടാ. ചാപ്റ്റർ ഒന്നും മറന്നുപോയാ? എത്രാമത്തെ ചാപ്റ്ററാ പറഞ്ഞേ? സിക്സ്ത് ചാപ്റ്റർ ആണ്. വെരി ഗുഡ്. സിക്സ്ത് ചാപ്റ്ററിന്റെ പേര് മെഡിക്കൽ റെക്കോർഡ്സ്. അതന്നെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യങ്ങളും അല്ലെ, അതെന്തൊക്കെ പർപ്പസിനാണ്. തീർച്ചയായിട്ടും എല്ലാ ഹോസ്പിറ്റൽസും അവിടെ വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഫ്രം ദ പോയിന്റ് ഓഫ് രജിസ്ട്രേഷൻ പോയിന്റ് മുതൽ ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻസിനെ സംബന്ധിക്കുന്നതുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്താലാണ് ലീഗലി ഉള്ള പർപ്പസിന് വേണ്ടിയും ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചും അക്രഡിറ്റേഷന്റെ എന്തൊക്കെ ഭാഗമായിട്ടും അതുപോലെ മറ്റു പല പർപ്പസിനും അല്ലെങ്കിൽ മറ്റു ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളവിടെ വരെ എടുത്തൊന്നും വല്ല ഓർമ്മയുണ്ടോ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്മളുടെ പോളിസീസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയൊക്കെയാ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പോളിസീസ്, രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യം നടക്കുന്നു, അതിന്റെ നമ്പറിംഗ് സിസ്റ്റം എന്തൊക്കെയാണ്, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എങ്ങനെയാണ്, എന്താണ്, പിന്നെ അതിന് പേഷ്യന്റിന്റെ ID, ഐഡന്റിഫിക്കേഷൻ, അപ്പോയിന്റ്മെന്റ് കാർഡ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഓരോ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്തത്. ആൻഡ് ഓൾസോ കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അധികം ദിവസമൊന്നും വെക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഏത് ഒരു രോഗിയെ പരിശോധിക്കുന്നവരാണെങ്കിലും ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിലും ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദ പർട്ടിക്കുലർ പേഷ്യന്റ്, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഫിസിഷ്യൻസ് ആളെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതിനുള്ളിൽ അപ്പൊ ആ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അതെല്ലാം എവിടേക്ക് ആൾക്ക് റെക്കോർഡ്സ് ഉണ്ടോ അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണെങ്കിലും അത് കംപ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു ടേക്കിംഗ് കെയർ ഫിസിഷ്യൻ തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ അവര് ആ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ആര്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്ന. ഇതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റ് പോകും. അപ്പൊ ആ റെക്കോർഡ്സ് ഒക്കെ, ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അത് സൂക്ഷിക്കണം. ആ പർട്ടിക്കുലർ സ്ഥലമാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. സോ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കണ്ടിന്യൂലി അത് ഡിസ്ചാർജിന് മുമ്പ് അതെല്ലാം റെക്കോർഡ്സ് കംപ്ലീറ്റഡ് ആണോ എന്ന് പരിശോധിക്കുക. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ അതത് ഡിപ്പാർട്ട്മെന്റിനോട് പറയാം. ഇപ്പൊ ഒരു ലാബില് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് അവിടെ ഓൺ പ്രോസസിംഗിലാണ്, അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ അതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്ത് നോക്കുക, കംപ്ലീറ്റഡ് ആണോ എന്നൊക്കെ. കംപ്ലീറ്റ് അല്ലെങ്കിൽ അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ പേഷ്യൻസ് റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കനോട്ട് ബി കെപ്റ്റ് ബിയോണ്ട് 30 days. അതായത് കൂടുതൽ 30 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു പേഷ്യൻസിന്റെയും റെക്കോർഡ്സ് കംപ്ലീറ്റ് ആകാതെ സൂക്ഷിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കോഡിങ് അല്ലെ, കോഡിങ് മെഡിക്കൽ ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ മെഡിക്കൽ എന്താ പറയാ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിന്റെ ഇന്റർനാഷണൽ
രീതിയിൽ അന്തർദേശീയമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ആ കോഡിൽ തന്നെ. പിന്നെ കാര്യത്തിന് ഓപ്പറേഷൻ തിയേറ്ററിലെ റെക്കോർഡ്സ് ആണെങ്കിൽ ഓരോ പേഷ്യൻസിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിലെ റെക്കോർഡ്സ് ആണെങ്കിൽ അതിനൊരു കോഡ്, ലാബിലെ റെക്കോർഡ്സ് ആണെങ്കിൽ അതിനൊരു കോഡ്. മനസ്സിലായോ? അങ്ങനെ ഒരു കോഡിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ ലെവലില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കോഡിംഗ് സിസ്റ്റം എല്ലാ ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യണം. അതൊരു എന്താ പറയാ ആൽഫ ന്യൂമറിക് കോഡ്സ് ആയിട്ടായിരിക്കും സേവ് ചെയ്ത് വെക്കുക. ആൽഫ ന്യൂമറിക് ഇൻക്ലൂഡിങ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, നമ്പറും ആൽഫബറ്റും കൂടി ചേർന്ന് വരുന്ന ഒരു കോഡുകളൊക്കെ. ഇപ്പൊ AB12 അല്ലെ, A19 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ആൽഫ ന്യൂമറിക് കോഡ്സ് സിസ്റ്റത്തിൽ അത് സേവ് ചെയ്യണം. പിന്നെ മിസ്സിംഗ് റെക്കോർഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഇറ്റ്സ് ഒബിയസ്ലി നമുക്കറിയാം, ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ ചില റെക്കോർഡ്സ് ഒക്കെ മിസ്സാകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ മിസ്സാകുന്ന റെക്കോർഡ്സ് ആണ് പുറത്തു പോട്ടെ എന്ന് പറ്റിയാൽ ആ മൈൻഡിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? മിസ്സാകുന്ന റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടു കിട്ടുന്നത് വരെ നമുക്ക് ചിലപ്പോ ഫർദർ ട്രീറ്റ്മെന്റിന് ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കോപ്പി നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒരിക്കലും റെക്കോർഡ്സിനകത്തേക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് താൽക്കാലികമായ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്. അത് മറ്റേത് ഒറിജിനൽ വൺ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അത് മാത്രമാണ് നമ്മൾ ഫയലിൽ സൂക്ഷിക്കുക. അത് ഫയൽ ചെയ്യാനേ പാടുള്ളൂ. അതല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഫയൽ ചെയ്യാൻ പാടില്ല. ആര്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കേട്ടോ. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ ഇതെല്ലാം അവസാനം ആ പേഷ്യന്റ് ഒക്കെ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം ഇവിടെ കൊണ്ടു വെക്കണം. അപ്പൊ അതിൽ ഏതെങ്കിലും റെക്കോർഡ്സ് ഇല്ല, മിസ്സായിരിക്കാണ്, പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ചതിന്റെ യാതൊരു രേഖയും അവിടെ ഇല്ല. പക്ഷെ അത് എവിടെ മിസ്സായി പോയിക്കാണ്. രേഖയില്ലാഞ്ഞിട്ടല്ല, അത് രേഖയൊക്കെ ഉണ്ട്, പക്ഷെ അത് എവിടെയും മിസ്സായി. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കൈ പിടിച്ചിട്ടാ പോയേക്കണേ. അപ്പൊ അവിടെ എത്തി അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാകും. സോ ഇത് പ്രോപ്പർ പ്ലേസിൽ വെക്കാത്തതിന്റെ ഫലമായിട്ട് അല്ലെ, കൃത്യമായിട്ട് പേഷ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എന്താ പറയാ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തത്, ഇതൊക്കെയാണ് മിസ്സാകുന്ന റെക്കോർഡ്സിനെ സംബന്ധിച്ചുള്ളത്. അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും പിന്നീട് കണ്ടെത്തി അത് ഒറിജിനൽ വൺ ഷുഡ് ബി ഫയൽ ചെയ്യണം എന്നുള്ളതാണ് മിസ്സിംഗ് റെക്കോർഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു അവിടെ വരെ നമ്മൾ എടുത്തേന്നാണ് അല്ലെ. മോളിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തതാ. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് കിട്ടിയില്ല, അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇൻട്രോ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയപ്പോ ആ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ആ ക്ലാസ്സിന് പകരം ഞാൻ നാളെ ക്ലാസ് എടുക്കും. എനിക്കൊരു ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടി റിവൈസ് ചെയ്ത്. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ഇനി ചില സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മിസ്സാകുക എന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് ചില പേഷ്യൻസിന് എന്തുണ്ടാവും അറിയാമോ? മോർ ദാൻ വൺ റെക്കോർഡ്സ്, കൂടുതൽ റെക്കോർഡ്സ് ഒക്കെ ചില സ്ഥലങ്ങളിൽ വരാം. ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അങ്ങനെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ കെയർലെസ് ആയിരിക്കാം. ഒരാൾ അത് ചെയ്തു, അടുത്ത ആള് പിന്നെയും അതും അവരും ചെയ്തു. അങ്ങനെ അതായത് രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ഒന്നിലോ കൂടുതലൊക്കെ റെക്കോർഡ്സ് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധക്കുറവും ഒക്കെ ഉള്ള കാരണങ്ങൾ തന്നെയാണ്. മെഡിക്കൽ റെക്കോർഡ് സ്റ്റാഫുകൾ അതൊക്കെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ അതും പേഷ്യൻസ് വിൽ ഹാവ് സം മോർ റെക്കോർഡ്സ്, കൂടുതൽ റെക്കോർഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീറ്റെയിൻ ഓൺലി വൺ റെക്കോർഡ്. നമുക്കറിയാം ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡാണ്, ആ ഒരു സിസ്റ്റമാണ്. എവറി പേഷ്യന്റ് ഷുഡ് ഹാവ് ഓൺലി വൺ റെക്കോർഡ്, ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, മോർ ദാൻ വൺ റെക്കോർഡ്സ്, കൂടുതൽ റെക്കോർഡ്സ് ഉണ്ട് എങ്കിൽ അത് ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് ഒരെണ്ണം മാത്രമായിട്ട് റീറ്റെയിൻ ചെയ്യാൻ ആര്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം. മനസ്സിലായോ? In such circumstances it is compulsory to retain only one record by the department. ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? അതിന്റെ ഒരു റെക്കോർഡ് മാത്രം അവിടെ റീറ്റെയിൻ ചെയ്യുക. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ആൻഡ് ഓൾ അതേഴ്സ് ഷുഡ് ബി ക്യാൻസൽഡ്. ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്ത് മാറ്റി വയ്ക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സിൽ ഒന്നും രണ്ടും പോയപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അയ്യോ, റിയാക്ഷൻ ഒന്നുമില്ല. മതിയായ റിയാക്ഷൻ ഇട്ട് നിങ്ങൾ ഇത് തമ്പക്കിട്. ഓ, കാലത്ത് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ തമ്പ്, നിങ്ങളുടെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടണ്ടേ അല്ലെ. നമ്മൾ മാത്രം എനർജി എടുത്താലും കാര്യമില്ല. നിങ്ങളുടെ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നത് ഒന്നാണ്
സംസാരിക്കാമല്ലോ, അപ്പൊ പിന്നെ ഇതെങ്കിലും ഓക്കെ, വെരി ഗുഡ്. അതന്നെ. ഇനി അങ്ങനെ എന്താ പറയാ ഒരു റെക്കോർഡ്സ് ഒരെണ്ണം എന്താ പറയാ മാത്രമായിട്ട് കീപ്പ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് വെരി നെസസറി ഫോർ മെഡിക്കോ ലീഗൽ കേസസ്. അതായത് ഹോസ്പിറ്റൽസിൽ മെഡിക്കോ ലീഗലുമായിട്ട് ബന്ധപ്പെട്ടതേ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ലോസ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാ. അപ്പൊ കുറെ റെക്കോർഡൊക്കെ ആയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഒറ്റ റെക്കോർഡ് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കേസസിൽ. അതൊരു റൂളാണ്, ഹോസ്പിറ്റൽസിന്റെ റൂളാണ്. ദാറ്റ് ഈസ് ആ ഒരു ലീഗൽ നേച്ചറിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഒറ്റ റെക്കോർഡ്സ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്, മുൻഗണനയുണ്ട്, ഏതൊക്കെ റെക്കോർഡ്സ് എങ്ങനെയൊക്കെ സൂക്ഷിക്കണമെന്ന്. അതായത് ഫസ്റ്റ്, അതായത് നമ്മൾ ആ ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നതിന്റെ ആ ഒരു പ്രയോറിറ്റി, മുൻഗണന, ഏത് റെക്കോർഡ്സിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന എന്നുള്ളത് ക്രമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെഡിക്കോ ലീഗൽ നേച്ചറിനുള്ളത്. അതായത് ഇപ്പൊ ലീഗൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തില് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ചിലപ്പോൾ ഓൺ ദ വേ മരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. മരിച്ചതിന്റെ കാരണം അന്വേഷിക്കാൻ നമുക്കറിയാലോ, ഹോസ്പിറ്റൽസിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിന്റെ പുറത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓൺ ദ വേയിലോ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനൊക്കെ അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അതിന്റെ വിശദമായിട്ടുള്ള പരിശോധനകൾ, ഈവൻ പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പോസ്റ്റ്മോർട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ പോലീസ്. പോലീസിൽ അവർ അത് അറിയിക്കും, അല്ലെ? തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. അപ്പൊ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവര് ഹോസ്പിറ്റൽസിലേക്ക് ലീഗൽ നടപടികൾക്കായിട്ടൊക്കെ അന്വേഷണത്തിന് വിധേയമായിട്ട് വരേണ്ടി വരും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ റെക്കോർഡ്സ്, അപ്പൊ മെഡിക്കോ ലീഗൽ നേച്ചറുള്ള റെക്കോർഡുകള്, പിന്നെ ഒബ്സ്റ്റട്രിക്സ് റെക്കോർഡ്സ്, അതായത് നമ്മളുടെ എന്താ പറയാ പഠിച്ചിട്ടുണ്ടല്ലോ ഡിപ്പാർട്ട്മെന്റ്, ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളൊരു 5ാമത്തെ ചാപ്റ്റർ ഒക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? പറയും. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. മൈ ഗോഡ്, 1-2 പരീക്ഷ കഴിഞ്ഞ് ഒരു മോഡൽ പരീക്ഷ ആണ്ട കഴിഞ്ഞിട്ടുള്ളൂ. ഒറിജിനൽ ഫൈനൽ എക്സാം നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എനിപ്പടി ഒന്ന് ഓർക്കണ്ടോ? ചിലതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോയാ. അതെ, പ്രസവ ചികിത്സ പറയണോ? അത് തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതെ, ഗൈനക്കോളജിയുടെ ഒരു സബ് ഇതാണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? ഒരു സബ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്, അല്ലെങ്കിൽ സബ് സ്പെഷ്യാലിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഒബ്സ്റ്റട്രിക്സ്. ഗൈനക്കോളജി മാത്രമല്ല, ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താ, അതിന്റെ ഒരു സബ് ആണ് ഇത്. സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ്. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ എല്ലാ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഫ്രം ദ പീരീഡ്സ് ഓഫ് നമ്മളുടെ മെൻസ്ട്രേഷൻ പീരീഡ് തുടങ്ങി എന്താ പറയാ അതിന്റെ ലാസ്റ്റ് മെനോപോസ് വരെ, അല്ലെ, വരെ നടക്കുന്ന എല്ലാ ഒരു സമയത്ത് ഉണ്ടാകുന്ന എന്ത് സ്ത്രീകളെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അതിനകത്ത് പ്രസവം എല്ലാം വരും. പ്രസവാനന്തര ചികിത്സയൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഒബ്സ്റ്റട്രിക്സിനകത്ത് വരിക. അതിനകത്ത് റെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വേറെ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടാവും, അത് സംബന്ധമായിട്ടുള്ള റെക്കോർഡ്സ്. കാരണം അതിന്റെ പിന്നിലൊക്കെ ചിലപ്പോ ഏതെങ്കിലും തരത്തില് അത്തരം ചികിത്സകളുടെ സമയത്തൊക്കെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ റെക്കോർഡ്സ് ചിലപ്പോ ആവശ്യം വരും, ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ്സ് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. തേർഡ്, അഡ്മിറ്റഡ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആണ്. നമ്മൾ കിടത്തി ചികിത്സിക്കില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സിനാണ് തേർഡ് പ്രയോറിറ്റി. അപ്പൊ ഓരോന്നിനും പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ ആദ്യം മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ള റെക്കോർഡ്സിന്റെ പ്രാധാന്യം, അതിനുശേഷം ഒബ്സ്റ്റട്രിക്സ്, അതിനുശേഷം അഡ്മിറ്റഡ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, പിന്നെ ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് പഴയ റെക്കോർഡ്സ്. എന്ന് വെച്ചാൽ നേരത്തെ പഴയ റെക്കോർഡുകൾ ഓൾറെഡി ഉണ്ടാവുമല്ലോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ളത്. അങ്ങനെ ആ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. കാരണം ഈ റെക്കോർഡ്സ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബാക്കി ഒത്തിരി എന്താ പറയാ ബാക്കി വരുന്ന റെക്കോർഡ്സ് വേണമെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് മാറ്റിക്കളയാവുന്നതാണ്. കാരണം നമുക്ക് ബില്ലിംഗ് പർപ്പസിനും ബില്ലിന്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, ബില്ലിംഗ് ഡോക്യുമെന്റ്സ് ഓക്കെ, അതൊക്കെ ചിലപ്പോ ഈ റെക്കോർഡ്സിന്റെ ഒപ്പം നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇറ്റ് വിൽ ബിക്കം നെസസറി ഇൻ സം സിറ്റുവേഷൻസ്. ചില സാഹചര്യങ്ങളിൽ ഇത്തരം റെക്കോർഡ്സ് ബില്ലിന്റെ ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള റെക്കോർഡ്സ് ഒരു കാലയളവ് വരെ, ഒരു നിശ്ചിത കാലയളവ് വരെ എല്ലാം ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ
മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു റെക്കോർഡാക്കി മാറ്റി ഈ പറയുന്ന പ്രയോറിറ്റി അനുസരിച്ച് എല്ലാത്തിനെയും സൂക്ഷിക്കണം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതേഴ്സ് ക്യാൻ ബി ക്യാൻസൽഡ്. ബാക്കി വന്നിരിക്കുന്ന എക്സ്ട്രാ വന്നിരിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? പോയിന്റ് മനസ്സിലായില്ലേ? മൈ ഗോഡ്. യെസ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. ഈ ഒരു തേർഡ് പോയിന്റ് അത് ഫുള്ളും ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. അതിനകത്ത് ആ ഒരു പ്രയോറിറ്റി പറയുന്നുണ്ടല്ലോ, മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ളത് ഫസ്റ്റ്, സെക്കൻഡ് ഒബ്സ്റ്റട്രിക്സിനാണ് അടുത്ത പ്രയോറിറ്റി, തേർഡ് വൺ അഡ്മിറ്റഡ് പേഷ്യൻസിനാണ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓൾഡസ്റ്റ് റെക്കോർഡ്സ്. ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് റെക്കോർഡ്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, റിട്ടൈൻ ചെയ്യണം എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ആ ഒരു പോയിന്റില് ആ തേർഡ് പോയിന്റ് ആണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ സപ്ലൈ ഓഫ് റെക്കോർഡ്സ്. ഇനി റെക്കോർഡുകൾ ആർക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ എവിടേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ, സച്ച് തിങ്സ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്ലൈ ഓഫ് റെക്കോർഡ്സിനെ സംബന്ധിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആരുടെ കയ്യിലൊക്കെ റെക്കോർഡ്സ് ഒക്കെ ഇരിക്കുന്ന അവസാനം അവിടുത്തെ ആ പർട്ടിക്കുലർ കറന്റ് സിറ്റുവേഷനിലുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ്സ് എല്ലാം എവിടെ പോകും? അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു. MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചോ? പറയേ, പഠിച്ചോ ഇല്ലയോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു റെക്കോർഡിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു. അപ്പൊ ആ ഒരു ഇപ്പൊ ഒരു അഡ്മിറ്റഡ് പേഷ്യന്റ് അവരുടെ ചികിത്സയൊക്കെ കഴിഞ്ഞു, അവരെ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ആ സർക്കുലേഷനിൽ വെക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കളക്ട് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുന്നു, അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഇതുപോലെ ഓരോ കേസസും അങ്ങനെയാണ്. ഓരോ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവരവരുടേതായ ആ കറണ്ട് സിറ്റുവേഷനിൽ കറണ്ട് സമയത്തുള്ള ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ സൂക്ഷിക്കുക. ഇനി അത് അവിടെ നിന്ന് ആർക്കൊക്കെ അവർക്ക് അത് സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആർക്കൊക്കെ അത് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഏത് ഓതറൈസ്ഡ് പേഴ്സൺസിന് അത് ഹാൻഡ് ഓവർ ചെയ്യാം ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഇന്ന പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒന്ന് കാണണമെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി സപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ടാണ് അതിന്റെ താഴെയുള്ള കുത്തിട്ട സാധനമൊക്കെ പഠിക്കേണ്ടത്, നമ്പർ ഇട്ടത് കേട്ടോ. അപ്പൊ ഇത് പറയുന്നത് ഇതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഇറ്റ്സ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോർ. ആർക്കൊക്കെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാം, ആർക്ക്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്. അവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതെന്തിനു വേണ്ടി കൊടുക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കുറെ നാളൊക്കെ കിടന്നു, പോയി ഡിസ്ചാർജ് ചെയ്ത് പോയി, പിന്നീട് ആള് ചിലപ്പോ അത് തന്നെ റിലേറ്റ് ചെയ്ത കണക്ട് ചെയ്തോ വേറെ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് വീണ്ടും അതേ ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് വേണമെങ്കിൽ ചോദിക്കും, പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ആൾക്ക് എന്ത് രോഗമായിരുന്നു എന്ന് നോക്കും. അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇന്ന രോഗം അന്ന് വന്നത് ഇതിന്റെ ഒരു ലക്ഷണമായിരുന്നോ എന്നൊക്കെ ഒരു സംശയം വരാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫർദർ ആ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. സോ ആ മെഡിക്കൽ കെയറിങ്ങിന് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്, അത് സപ്ലൈ ചെയ്തിട്ട് വരും. അടുത്തത് മെഡിക്കോ ലീഗൽ കേസസ്, പോലീസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഏതെങ്കിലും പേഷ്യന്റിന്റെ മരണമോ അല്ലെങ്കിൽ എന്താ പറയാ മരണം തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ആക്സിഡന്റ് പോലെയോ വലിയ ഇഞ്ചുറീസോ ഒക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതിന്റെ പർപ്പസിൽ ലീഗലി അതിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അപ്പൊ അവർ വന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഈ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടി വരും. കാണിക്കില്ല, ഞങ്ങൾ തരില്ല എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. ആളിപ്പോ ഒരാളെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആളുടെ എന്താ പറയാ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ചില റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇപ്പൊ ഉദാഹരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്ര രൂപ ചെലവായി, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തത്, അപ്പൊ അതിന്റെ ഫീസ്, ജനറൽ ലാബിൽ ഇതിനൊക്കെ ടെസ്റ്റുകൾ ചെയ്തത്, അപ്പൊ അതിന്റെ ഫീസ്. സോ വി ഹാവ് ടു ചെക്ക് ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ്. തീർച്ചയായിട്ടും ആ റെക്കോർഡ് നോക്കിയാലും അതിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ പർപ്പസിനും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറയുന്ന റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ക്ലിനിക്കൽ മീറ്റിംഗ്സ്, ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ഒക്കെ കൂടി എന്താ പറയാ ഫിസിഷ്യൻസ് ഒക്കെ ചിലപ്പോൾ ചില മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ചില പർട്ടിക്കുലർ കേസസ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യും. അപ്പൊ അന്നേരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ അവർ ഡിസ്കസ് ചെയ്യുന്ന ഡിസീസസോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ രോഗിയുടെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം അവർക്ക് മെഡിക്കൽ റെക്കോർഡ്സ് കാണിക്കേണ്ടി വരും. മനസ്സിലായോ? ക്ലിനിക്കൽ മീറ്റിംഗ്സ് നടത്തുമ്പോഴും ഇതുപോലെ പേഷ്യന്റ് റെക്കോർഡ്സ് അവർക്ക്
ഉപയോഗിക്കേണ്ടി വരും. സോ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. പിന്നെ ഇൻ കേസ് ഓഫ് ഇനി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സപ്ലൈ ചെയ്യേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകാര് പേഷ്യന്റിനെ കെയർ ചെയ്യാൻ മെഡിക്കൽ ലീഗൽ നേച്ചർ കേസസിന് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും, ക്ലിനിക്കൽ മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോഴും ഒക്കെ ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എല്ലാം കൊണ്ടു കൊടുക്കണമെന്നല്ല, ആവശ്യം വേണ്ട ആവശ്യം അവർ ചോദിക്കുകയാണെങ്കിൽ അവര് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഓതറൈസ്ഡ് പേഴ്സൺസിന് എന്ത് ചെയ്യാം, ഈ റെക്കോർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യാം. തിരിച്ചവിടെ തന്നെ കൊണ്ടുവന്ന് വാങ്ങിച്ചു വെക്കണം. താൽക്കാലികമായിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ, അവർക്കത് റെഫർ ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കായിരിക്കാം. അത് വായിച്ചിട്ട് നോക്കിയതിന് ശേഷം തിരിച്ച് അത് വാങ്ങിച്ച് അവരവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഇനി എത്രയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ പറഞ്ഞു, എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും ഇങ്ങനെ ഓതറൈസ്ഡ് പേഴ്സൺസിന് കൊടുക്കാം. പക്ഷേ ഹാവ് ടു നോട്ട് ഇറ്റ്, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു ബി നോട്ടഡ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് could not be sent out of the medical record department. അതായത് ആ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തുനിന്ന് പുറത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് ഒന്നത് പോകാൻ പാടില്ല. അവിടെ തന്നെ വെച്ച് അവർക്ക് റെഫർ ചെയ്യാം, കാര്യങ്ങൾ നോക്കാം, പരിശോധിക്കാം, ഒക്കെ ചെയ്യാം. അത് ആ ഡിപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട്, റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോവാണെങ്കിൽ മനസ്സിലായി. ഇപ്പൊ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരും. നമ്മളുടെ ഏതെങ്കിലും പേഷ്യൻസിന്റെ രോഗത്തിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിയാനാണ്, ആ രോഗത്തിന്റെ കാരണം, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന മരുന്നുകള്, അല്ലെങ്കിൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വേറൊരു രോഗം വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്ത് മരുന്ന് അതിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻസ് ഒക്കെ നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട് അല്ലെ, മെഡിക്കൽ സ്റ്റുഡൻസുകളൊക്കെ. അപ്പൊ അവര് റിസർച്ചോ എഡ്യൂക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ചിലപ്പോൾ ആവശ്യപ്പെടും. ആ സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി സെൻഡ് ഔട്ട് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ റെക്കോർഡ്സ് ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് അവരവരുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് കൊടുക്കാം. പക്ഷെ അതൊക്കെ തിരിച്ചെന്നിട്ട് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്താലും ഇതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാം, വേണമല്ലോ. കാരണം നമുക്ക് പഠിക്കണമെങ്കിൽ, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ചില ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പൊ പഠിത്തത്തിന് വേണ്ടി കൊടുക്കാം, പക്ഷെ അന്നേരം അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് വിടാൻ പാടുള്ളതല്ല. ക്ലിയർ ആയോ? ഇതാണ് റെക്കോർഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ? മനസ്സിലായോ? യെസ്. അപ്പൊ ആ 2 പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ആ 4 പോയിന്റും. അതിന് തൊട്ട് താഴെ മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിനും വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, പറഞ്ഞോട്ടെ. അടുത്തത് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. അത് സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. പറയട്ടെ? ഞാനിത് മിനിമൈസ് ചെയ്ത് തന്നെ നോക്കണം. ആരും പറയുന്നില്ല, ചില ആൾക്കാർ മാത്രമേ. ഓക്കെ, മെഡിക്കൽ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ സംബന്ധിക്കുന്നത്, അതായത് നമുക്കറിയാം ചില ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ആവശ്യമുള്ള ചില കേസസ് ഒക്കെ ഹോസ്പിറ്റൽസിൽ വരാം. സോ ഇറ്റ് വിൽ ബി റീച്ച്ഡ് അറ്റ് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം അത്തരം കേസസ് ഒക്കെ ആദ്യം വരുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ there should be a central medico legal register. ഒരു സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി, അല്ലെങ്കിൽ കാഷ്വാലിറ്റി, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ പല പേരുകളിലാണോ അത് അറിയപ്പെടുന്നത്. അത് ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ ഇത്തരം ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിരിക്കണം. സോ ദോസ് ആർ ബ്രോട്ട് ലൈക്ക് ദിസ്. ഇതുപോലെ ആക്സിഡന്റ് കേസ് ആയിരിക്കും, ചിലപ്പോ ഇടിച്ചിട്ടതാകാം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് കേസാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളുള്ള റെക്കോർഡ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ റെക്കോർഡായിട്ട് മാറ്റി വെക്കണം. അത് സെൻട്രൽ ആയിട്ട്, അത് കേന്ദ്രീകൃതമാകുന്ന രീതിയിൽ ഒരു മെഡിക്കൽ ലീഗൽ റെക്കോർഡ് അതിനുവേണ്ടി ആരുടെ കൺട്രോളിൽ? ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം. അത് ആളുടെ ഒരു നിയന്ത്രണത്തിന് കീഴിൽ തന്നെ ആയിരിക്കണം ആ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടത്. അത് എന്തായാലും വെച്ചിരിക്കണം. എവിടെയാണ് വെക്കേണ്ടത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ?
ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? വായിക്കാൻ വേണമെങ്കിൽ there should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. നിർബന്ധമായും എല്ലാ ഹോസ്പിറ്റൽസിലും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ കീപ്പ് ചെയ്തിരിക്കണം. അതിന്റെ കൺട്രോൾ പൂർണ്ണമായും ചീഫ് മെഡിക്കൽ ഓഫീസർക്കാണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പോകുന്നവരല്ലേ. അപ്പൊ ഇത്തരം കാര്യമൊക്കെ നമ്മൾ അറിയണം. ഇന്ന കാര്യം വന്നിട്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കത്തിക്കുത്തോ അങ്ങനത്തെ ഒക്കെ മുന്നിലടന്ന് തല്ലുപിടിച്ചതിന്റെ ഫലമായിട്ട് വന്നവരോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കേസസ് പെട്ടെന്ന് തന്നെ അത് ഇന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. ഇതൊക്കെ പഠിച്ചാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് അറിയാമായിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയായിരുന്നോ? യെസ്, വെരി ഗുഡ്. അപ്പൊ നോക്കാം അടുത്തത് എന്താന്ന് നോക്കിയേ. ഓൾ മെഡിക്കൽ ലീഗൽ കേസസിൽ ഇങ്ങനെയുള്ള അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കാഷ്വാലിറ്റി എന്നൊക്കെ കൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റി കൊണ്ടുവന്നു, അവിടെ നിന്ന് വേഗം അഡ്മിറ്റ് ചെയ്തു, പരിശോധനയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അത് കാഷ്വാലിറ്റി അഡ്മിറ്റ് ചെയ്തതോ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻ പേഷ്യന്റ് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റേർഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററും വേറെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ചിലപ്പോ അപ്പൊ തന്നെ ചിലപ്പോ തിരിച്ചു വിടും. കാഷ്വാലിറ്റി കൊണ്ടുവന്നു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഹോസ്പിറ്റലിൽ ചിലപ്പോ അങ്ങനെ പോകും. അത് ഒപ്പി അന്നേരം ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ല ഇൻപേഷ്യന്റ് ആക്കി അഡ്മിറ്റ് ചെയ്തവരാണെങ്കിലും അവർക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ടൊരു മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. നേരത്തെ എല്ലാ മെഡിക്കൽ ലീഗൽ കേസസും അങ്ങനെ തന്നെയാണ്. ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിനകത്ത് അവരുടെ പേര് വിവരങ്ങളൊക്കെ എഴുതിയേക്കണം. കാരണം പിന്നീട് എന്തെങ്കിലും അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും അവരോട് അല്ലെ, വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. അത് ഹോസ്പിറ്റൽസിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തെറ്റായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റ് എന്താ പറയാ നമുക്ക് അന്വേഷണത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. തെറ്റായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അല്ലെ, വഴിതിരിഞ്ഞു പോകും. അപ്പൊ എന്താ പറയാ അപ്പൊ അങ്ങനത്തെ കേസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിനകത്ത് പേര് ഉണ്ടായിരിക്കണം. അവരുടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആരൊക്കെയാണെങ്കിലും അതിന് ഈ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാവ് ടു ബി ഫിക്സ്ഡ്. ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോ കേസിലും ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഒരു സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിന്റെ കൂടെ അഫിക്സ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഓരോ രജിസ്റ്റർ ചെയ്യുന്ന കേസിലും അത് ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തണം. ആ ഒരു സ്റ്റാമ്പ് കൂടി അഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മേ ബി ലൈക്ക് എ സീൽ. ആ സ്റ്റാമ്പ് ഒരു സീൽ പോലെ ആയിരിക്കും. ആ സീൽ അങ്ങോട്ട് വെക്കുക. ഓക്കെ, ഇത് ഇന്ന പേഷ്യന്റ് അത് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നത് ഒരു മെഡിക്കോ ലീഗൽ കേസാണ്, ആളുടെ പേരും വിവരവും കാര്യങ്ങൾ അറിയാവുന്ന ഇൻഫോർമേഷൻസ് എഴുതി അവർ സ്റ്റാമ്പ് വെച്ചു. അതൊരു സീലിന്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റാമ്പ് ചെയ്യാം. അപ്പൊ എല്ലാ മെഡിക്കോ ലീഗൽ കേസസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാമ്പുമായിട്ട് അഫിക്സ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി അതിനുശേഷം ദീസ് മെഡിക്കോ ലീഗൽ രജിസ്റ്റർ, ഈ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിന്റെ കൺട്രോൾ നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസർക്കാണ്. അതിനുശേഷം ഈ പറയുന്ന രജിസ്റ്റർ എവിടെ വെക്കണം? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ ഓഫീസർ. അതായത് നമ്മുടെ ഓഫീസർ അത് കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാമ്പ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മുടെ MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസറില്ലേ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരില്ലേ, അവിടെ ആ ഓഫീസിലാണ് വെക്കേണ്ടത്. ആ ഓഫീസറുടെ കീഴിൽ വെക്കണം. അവരുടെ കസ്റ്റഡിയിലാണ് വെക്കുക. കാരണം എല്ലാ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ മെഡിക്കോ ലീഗൽ രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ റെക്കോർഡ്സും അതിനുശേഷം പിന്നീട് കൊണ്ടുപോയി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് പോലെ വെക്കുക. ആവശ്യം വരുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് മനസ്സിലായോ? അതിനുശേഷം ഈ പറയുന്ന എന്ത് എന്താ പറയാ മെഡിക്കൽ ലീഗൽ കേസസ് ഹോസ്പിറ്റൽസിൽ റിപ്പോർട്ട് ചെയ്താലും ദാറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പോലീസ് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് നമുക്ക് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെ വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള കേസസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കുക. ആ പോലീസിൽ അറിയിക്കാനുള്ള ഇനീഷ്യേഷൻ എടുക്കേണ്ടത് ആരാ?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ നമ്മളത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തിക്കോണം. ഹോസ്പിറ്റലിൽ ഈ പറയുന്ന രജിസ്റ്റേർഡ് കേസ് നമ്മള് എന്താ പറയാ ആളെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അവരുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആണ് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ എല്ലാ മെഡിക്കൽ കേസസ് വിച്ച് ആർ രജിസ്റ്റേർഡ് in the hospital should be intimated to the police through the hospital administrator. Hospital administrator മുഖേന ഹോസ്പിറ്റൽസിൽ എന്താ പറയാ നമ്മളുടെ മെഡിക്കൽ ലീഗൽ കേസസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോലീസിൽ അറിയിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ മെഡിക്കൽ ലീഗൽ കേസസിന്റെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആണ്, ഇൻകംപ്ലീറ്റ് പാടില്ല. അതും ഉറപ്പുവരുത്തിക്കൊള്ളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പകുതി കാര്യമുണ്ട് പകുതി കാര്യമില്ല എന്നൊന്നും പറയാൻ പാടില്ല. പോലീസ് അന്വേഷണവുമായിട്ട് വരുമ്പോ അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ല, ഇത് ഞങ്ങൾക്ക് ഇത്രേ അറിയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. അപ്പൊ അത് വെരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ്സ് ആയിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, and all these records have to be kept under safe custody with the responsibility of an officer in medical record department. അതിനുശേഷം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സേഫ് കസ്റ്റഡി ആയിരിക്കണം. സുരക്ഷിതത്വത്തോടെ തന്നെ കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഓഫീസർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനകത്തുണ്ട്. അതായത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ അത് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് കുറെ കഴിയുമ്പോ എന്തെങ്കിലും കാര്യവുമായിട്ട് അന്വേഷിച്ചു വരുമ്പോ അയ്യോ അത് ഇവിടെ ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവണം. അത് ചിലപ്പോ നമുക്കറിയാലോ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അപ്പൊ തന്നെ ഒന്നും ചിലപ്പോ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരും ചിലപ്പോ ശബ്ദം ഉയർത്തിയൊന്നും വരില്ല. ചിലപ്പോ വർഷങ്ങൾ കഴിയുമ്പോ 2-3 കൊല്ലം കഴിയുമ്പോ ചിലപ്പോ കുത്തിപ്പൊക്കി അതന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അത് സംശയം എന്നൊക്കെ പറഞ്ഞ് പൊങ്ങി വരും. അന്നേരം പൊങ്ങി വരുമ്പോ നമുക്ക് ഈ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ അവിടെ ഉണ്ടാവണം. അന്നേരം അത് ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം പറയാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഹാവ് ടു ബി കേപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഇൻ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? 6 പോയിന്റ് ആണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേഷൻസിന് വേണ്ടി തന്നേക്കണേ. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കണം. അതിനു മുമ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാട്ടാ. There should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. അത് അണ്ടർലൈൻ ചെയ്യാം. അതായത് ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് 4ാമത്തെ പോയിന്റ് ആണ്. The completed central medico-legal register has to be kept under the custody of MRO. അത് 4ാമത്തെ പോയിന്റ്. ആൻഡ് അടുത്തത് 5ാമത്തെ പോയിന്റ് കൂടി അണ്ടർലൈൻ ചെയ്യാം. അതായത് 1, 4, 5 ഈ 3 പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷന്റെ 1, 4, 5 പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് റിലീസ് ഓഫ് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. റിലീസ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് വാട്ട് ഓൾ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ ബി റിലീസ്ഡ് ടു സംവൺ എൽസ്. ഒരു ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണല്ലോ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓരോ പേഷ്യൻസിന്റെ രോഗവിവരങ്ങൾ, അവർക്ക് കൊടുത്ത മരുന്നുകൾ, അവർക്ക് പ്രൊവൈഡ് ചെയ്ത ടെസ്റ്റുകൾ, അല്ലെങ്കിൽ അവരിൽ നടത്തിയ എന്തെങ്കിലും ഓപ്പറേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ റെക്കോർഡ്. അല്ലാണ്ട് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒന്നും അല്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് വരിക. ഈ മെഡിക്കൽ റെക്കോർഡ്സിനകത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് ആർക്ക് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം, റിലീസ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തു വിടുക, അല്ലെ? റിലീസ്, നമുക്ക് ഫിലിം റിലീസ് ആകാൻ നമ്മൾ കേട്ടില്ലേ? അതന്നെ, ആ സാധനം തന്നെ. കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല. റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ റിലീസ് ഓഫ് ഇൻഫോർമേഷൻ എന്താണെന്ന് അതിനെ കുറിച്ച് എന്തൊക്കെയാ കാര്യങ്ങൾ പറയണേന്ന് നോക്കാം. See, the hospitals are responsible to keep every medical records confidentially. തീർച്ചയായിട്ടും ഓരോ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാൻ ഹോസ്പിറ്റൽസ് റെസ്പോൺസിബിൾ ആണ്.
അത് ഏത് രീതിയിൽ ഇപ്പൊ ചിലപ്പോ പേഷ്യൻസിൽ നിന്ന് ഓറലി കളക്ട് ചെയ്തിരിക്കുന്ന ചില ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. പേഷ്യൻസിന് ചിലപ്പോ അവർ പറഞ്ഞു പോയത് വായ കൊണ്ട് പറഞ്ഞത് ഓറലി പറഞ്ഞതാകാം, ചിലപ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്താണെങ്കിലും അത് ആ പേഷ്യന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അത് തീർച്ചയായിട്ടും എന്താ പറയാ ഒരു വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ആ വിശ്വാസ്യത നിലനിർത്താനും അത് സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കാനും അവർ എന്താ പറയാ റെസ്പോൺസിബിൾ ആണ്. ആൻഡ് അത് കമ്പ്യൂട്ടറിലായിക്കോട്ടെ, എഴുതിയ രൂപത്തില് ബുക്സിൽ എവിടെ എഴുതി വെച്ചതായിരിക്കും. ഇനി ഇത് മെഡിക്കൽ റെക്കോർഡ്സിൽ ഇതെല്ലാം അവിടെ ഉണ്ടാവുമല്ലോ, ഓരോ ഇതിലും. അതായത് പേഷ്യൻസിന്റെ ഡിസീസ്, അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ ചിലപ്പോഴൊക്കെ അവരുടെ പല ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. മൈക്രോ ഫിലിംസ്, അതായത് നമ്മൾ മറ്റേ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ഉള്ളിലുള്ള ഓർഗൻസിന്റെ ഒക്കെ പടമൊക്കെ എടുക്കാൻ വേണ്ടിട്ട് മൈക്രോ ഫിലിംസ് ഉണ്ട്. പഠിച്ചിട്ടുണ്ടല്ലോ നമ്മളല്ലേ, ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചില്ലേ? സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ കണ്ടെത്താൻ, ഫോർ എക്സാമ്പിൾ ഹാർട്ടിനകത്ത് എന്തെങ്കിലും ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ബോൺസ്. അപ്പൊ ഇതിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഓപ്പൺ സർജറീസ് ഒക്കെ നടത്തിയൊക്കെയാണ് കണ്ടുപിടിച്ചിരുന്നത്. ഇപ്പൊ ഒക്കെ മാറി കുറെ പുതിയ ടെക്നോളജീസ് വന്നു. സ്പെഷ്യൽ ഡിസൈൻഡ് ക്യാമറാസ് ഉണ്ട് നമ്മളുടെ വെയിൽ കൂടിയൊക്കെ കടത്തി വിട്ടിട്ട് അതൊക്കെ എവിടെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള. അപ്പൊ അങ്ങനത്തെ മൈക്രോ ഫിലിംസ് ഒക്കെ വരും. അപ്പൊ തെളിഞ്ഞ് എവിടെ നമ്മുടെ സ്ക്രീനിലാണ് അന്നേരം അത് അവർ കണക്ട് ചെയ്ത് അവർക്കത് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ പറ്റുക. അപ്പൊ അത്തരം മൈക്രോ ഫിലിംസ്, വീഡിയോ ടേപ്സ്, ഓഡിയോ ടേപ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ റെക്കോർഡ്സ് ഒക്കെ വരാം. പക്ഷെ ഓൾ ദീസ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെന്റ്സ് ഷുഡ് ബി കെപ്റ്റ് ആസ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം. അപ്പൊ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു എന്താ പറയാ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ ഇങ്ങനെ കുറച്ച് ഓതറൈസ്ഡ് ആളുകൾക്ക് കൊടുക്കാം അല്ലെ? തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. അപ്പൊ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാന്ന് ഉദ്ദേശിക്കുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും ഇത്തരം ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഹാവ് ടു ബി ഷെയർഡ് ടു സം ഓതറൈസ്ഡ് പേഴ്സൺസ്. എന്നാൽ ചില അധികാരികൾക്ക്, വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ചിലപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യേണ്ടി വരും. ആ ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമാണ് ഈ ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യാനുള്ള പെർമിറ്റ് ഉള്ളൂ അല്ലെ, ഒരു അനുവാദം ഉള്ളൂ. അങ്ങനെയുള്ള ഓതറൈസ്ഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ദാറ്റ് മീൻസ് ദ ഡോക്ടർ ഹു ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യന്റ്. പേഷ്യന്റിനെ നോക്കുന്ന ഡോക്ടർ, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സ്, പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, നഴ്സുമാരല്ലാത്ത പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ടെക്നീഷ്യൻസ് ഒക്കെ, പിന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ്, ഇവരൊക്കെ ഓതറൈസ്ഡ് പേഴ്സൺസ് ആണ്. അപ്പൊ ഇത്തരം ഓതറൈസ്ഡ് സ്റ്റാഫ്സിന് ഒഴികെ വേറെ ആർക്കും ഒന്നും നമ്മൾ ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഈ പറയുന്ന ഒരു ഇൻഫോർമേഷൻസ് ലൈക്ക് നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ റെക്കോർഡുകൾ, അവരുടെ രോഗവിവരങ്ങള്, അവരുടെ ഓപ്പറേഷൻ കാര്യങ്ങള്, അവരുടെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോ ടേപ്സ്, മൈക്രോ ഫിലിംസ്, അതുപോലെ തന്നെ ഒന്നും തന്നെ ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓൾ ദീസ് തിങ്സ് ടു ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് ആ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഹോസ്പിറ്റൽസിന്. ക്ലിയർ ആയോ? മനസ്സിലായ? റിലീസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാമോ? ആ ഭാഗത്ത് ഞാൻ ഇനി എന്തെങ്കിലും പറയാത്തതുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ സെന്റൻസ് വായിക്കുമ്പോ. അതല്ല ബാക്കിയൊക്കെ അവിടെ ഉണ്ടോ നോക്കിയേ, വായിച്ചു നോക്ക്, എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറയാം. അയച്ചു കഴിഞ്ഞിട്ട് പറയണേ. കഴിഞ്ഞില്ല ആരും? കഴിഞ്ഞെങ്കിലും ഒന്നൊരു തമ്പെന്തെങ്കിലും ഉണ്ട്. കഴിഞ്ഞാ പറഞ്ഞതൊക്കെ അവിടെ ഇല്ലേ? ഞാൻ പറഞ്ഞ കാര്യം പോയിന്റ് ഒക്കെ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു, നിങ്ങൾ അതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണു വെച്ചത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സമയം തന്നത്.
അതിൽ നോക്കുക, വായിക്കുക, നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. മെഡിക്കൽ റെക്കോർഡൊക്കെ നമ്മളൊക്കെ എത്രയൊക്കെ ഹോസ്പിറ്റൽസിൽ പോകുന്നു, നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ചില ഹോസ്പിറ്റൽസ് കുറെ നാൾ മുമ്പ് പോയതായിരിക്കും, പക്ഷെ സ്റ്റിൽ ഇറ്റ് വിൽ ബി ദർ. അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ ആ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള റെക്കോർഡ്സ് അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ മറ്റ് ലീഗലി വല്ല കാര്യങ്ങളൊന്നും അല്ലാത്തതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടാകും. എന്താ പറയാ, അത് മാത്രമേ അവര് കളയുള്ളൂ അധികം കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ. അതല്ലാതെ എന്തെങ്കിലും ലീഗൽ കേസസ് ഒക്കെ വരുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, ഹോസ്പിറ്റൽസിനെതിരെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഇത്തരം റെക്കോർഡ്സ് ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിന് ആവശ്യക്കാർക്ക് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. ആ മെഡിക്കൽ റെക്കോർഡ്സിലെ അതിനകത്ത് ഇൻഫോർമേഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പറഞ്ഞു. മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ ഡിസീസ് സംബന്ധമായിട്ടുള്ളത്, ഓപ്പറേഷൻ ഇൻഡെക്സ്, ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്സ്, ഓഡിയോ ടേപ്സ് ഒക്കെ, അല്ലെങ്കിൽ മറ്റ് ഏത് രീതിയിലൊക്കെയാണോ നമ്മുടെ പേഷ്യന്റിൽ നിന്ന് പല കാര്യങ്ങളും ഇൻഫോർമേഷൻ കളക്ട് ചെയ്തേക്കണേ, അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞു, അവർക്ക് മാത്രമേ ഇൻഫോർമേഷൻസ് എന്താ പറയാ ചെക്ക് ചെയ്യാനോ അതുമായിട്ട് ഡീൽ ചെയ്യാനോ ഒക്കെ പാടുള്ളൂ. അപ്പൊ ഓതറൈസ്ഡ് സ്റ്റാഫ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓതറൈസ്ഡ് സ്റ്റാഫ് ആ ഒരു സെന്റൻസ് കേട്ടോ. ഇത് ഒന്നാമത്തെ പാരഗ്രാഫും ഈ രണ്ടാമത്തെ പാരഗ്രാഫും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അത് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ പേഴ്സണൽ, പേഴ്സൺസ് ഹു ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻസ്, അതൊക്കെ അവർക്ക് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അണ്ടർലൈൻ ചെയ്തല്ലോ. ഇനി ഈ റിലീസ് ഓഫ് ഇൻഫോർമേഷനെ സംബന്ധിച്ച്, അപ്പൊ റിലീസ് ചെയ്യാനോ ചിലവർക്ക് നമുക്ക് ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. പറഞ്ഞോ, കാണിച്ചോ, അറിയിച്ചോ ഒക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആർക്കാ കൊടുക്കേണ്ടതെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നോക്കിയേ, കണ്ടീഷൻസ് such as injuries, poisoning, abortions, or cases involving accidents, suicides, and homicides have to be intimated to the police or legal authorities. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഏതൊക്കെ പറഞ്ഞ കാര്യങ്ങളാ? ഇഞ്ചുറീസ്, വലിയ എന്തെങ്കിലും മുറിവായിട്ട് വരുന്നു, എങ്ങനെ വന്നതാണെന്ന് അറിയില്ലല്ലോ. വലിയ എന്തെങ്കിലും മുറിവായിട്ട് വരുമ്പോ ഇതെങ്ങനെ വന്ന, ആരെങ്കിലും അടിച്ചതാണോ, അല്ലെങ്കിൽ വീണതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എന്താ അപകടം പറ്റിയതാണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വലിയ ഇഞ്ചുറീസ്, പിന്നെ പോയ്സണിങ്, വിഷം തീണ്ടിയിട്ട് വരിക, അബോർഷൻസ് നടത്തിയിട്ടുണ്ടാകുക, പിന്നെ ആക്സിഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, സൂയിസൈഡ്സ്, സ്വയം ആത്മഹത്യ ചെയ്യുക, പിന്നെ ഹോമിസൈഡ്സ്, മറ്റുള്ള ആരെങ്കിലുമായി കൊല്ലപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അധികാരികളെയോ പോലീസിനെയോ പെട്ടെന്ന് തന്നെ അറിയിച്ചിരിക്കണം. അത് ഒരു ഇൻഫോർമേഷൻ. അപ്പൊ ആ ഒരു റിലീസ് ഓഫ് ഇൻഫോർമേഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതും വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുക. അപ്പൊ ഈ പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ വരുമ്പോഴേക്കില്ലേ നമ്മുടെ ഹെൽത്തിലേക്കൊക്കെ അതിനെക്കുറിച്ച് വേഗം തന്നെ നമ്മൾ അറിയിക്കും. സോ എന്താ അതിന്റെ ഉദ്ദേശം? എന്താ, ഹെൽത്തിലൊക്കെ ഇൻഫോർമേഷൻസ് വരുമ്പോൾ ഹെൽത്ത് ഒക്കെ വെച്ച് ആ ഒരു പ്രദേശത്തെ ആളുകളായിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇൻഫോർമേഷൻസ് ക്യാൻ ബി പാസ്ഡ് ടു ദാറ്റ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്ക് തന്നെ അറിയിക്കാൻ പറ്റും. സോ ദേ ക്യാൻ ടേക്ക് നെസസറി പ്രിക്കോഷൻസ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ. ഇത്തരം പകർച്ചവ്യാധികൾ നമ്മളിലേക്ക് പകരാതിരിക്കാനുള്ള നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി ആ മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ആ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുമ്പോ അല്ലെ, ആണോ? അങ്ങനെയൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികാരികളെ അതും അറിയിക്കുക. ഏതാണ്? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. അതുമായി ബന്ധപ്പെട്ട അധികാരികളെയാണ് അറിയിക്കേണ്ടത്. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം വിളിച്ചറിയിക്കില്ലേ, അത് ബന്ധപ്പെട്ട അധികാരികൾ അടുത്തുള്ള ഹെൽത്തിലേക്ക് അറിയിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ പ്രദേശത്ത് ഇങ്ങനൊരു ഡിസീസ് ഉണ്ട്, ഇപ്പൊ എന്റെ വീട്ടില് നമുക്കൊരു ഡിസീസ് ഉണ്ട്, ഹെൽത്തിൽ അറിയിക്കുക. സോ പെട്ടെന്ന് പകരുന്ന ചില രോഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പേരിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഒരു പ്രിക്കോഷൻ നമുക്ക് അന്ന് എല്ലാവർക്കും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അടിപ്പടി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇൻ ദ ഇവന്റ് ഓഫ് സം പർട്ടിക്കുലർ കേസസ് സച്ച് ആസ് ബർത്ത്, ജനനം ചില പ്രത്യേക രീതിയിലുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഡെത്ത്, ഫീറ്റൽ ഡെത്ത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഫീറ്റൽ ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ
കുട്ടി മരിക്കുക, അങ്ങനെയുള്ള കേസസ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു ദ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് either directly or through the members of the family. അതിലെ നമ്മൾ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ നേരിട്ട് അങ്ങോട്ട് അറിയിക്കുക. അതല്ലെങ്കിൽ ആര് ഫാമിലി ത്രൂ ആണെങ്കിലും ഈ പറഞ്ഞ ബന്ധപ്പെട്ട അധികാരികൾ, അതായത് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും വാങ്ങിക്കാറില്ലേ? ആണോ? വാങ്ങിക്കാറുണ്ടോ? ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാ? ഈ പറഞ്ഞ ഒരു കുട്ടി ജനിക്കുമ്പോഴും ഒരാൾ മരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിവിൽ അതോറിറ്റീസിൽ. അപ്പൊ ആ റിപ്പോർട്ട്സിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടുക. ഓക്കെ, ഇന്ന ആളുകളുടെ പാരന്റ്സിന്റെ മകനായി മകളായി ഇന്ന ആള് ഇന്ന സ്ഥലത്ത് ഇന്ന ഹോസ്പിറ്റലില് ഇന്ന സമയത്ത് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവര് ഇത് പിടിച്ചിട്ടാണ് അവർക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെത്ത്സ് ആർ ടു ബി ഓൾസോ രജിസ്റ്റേർഡ്. മരണം നടക്കുമ്പോഴും ഹോസ്പിറ്റൽസുകാര് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഫീച്ചൽ ഡെത്ത്സും ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടി മരിച്ചപ്പോഴും അതും അറിയിക്കുക. അതൊക്കെ വേണ്ടപ്പെട്ട ആളുകളാണ് ഈ പറയുന്നവര് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഫാമിലി ത്രൂവോ അല്ലെങ്കിൽ അവർ തന്നെയോ അറിയിക്കുക. പിന്നെ ഹോസ്പിറ്റൽസിന് കോർട്ട് ഓർഡർ ഷുഡ് ഹാവ് ടു ബി പ്രൊവൈഡ്. അതായത് കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോടതി ഉത്തരവിട്ടിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഓർഡർ പ്രകാരം ചില ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. കോടതി ഇടപെടുകയാണ്, ഞങ്ങൾക്ക് ഇന്ന ഇൻഫോർമേഷൻസ് അങ്ങനെയാണെങ്കിൽ അവർക്കും അത് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? കോടതിയുടെ ഉത്തരവ് പ്രകാരവും ചില ഇൻഫോർമേഷൻസ് കോടതിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും അത്തരം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ചിലപ്പോൾ ചില കേസസിന്റെ ഭാഗമായിട്ടായിരിക്കും കോടതിയുടെ ആ ഭാഗത്തു നിന്ന് അന്വേഷണം വരിക. അപ്പൊ ആരെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് കോർട്ട് ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞ് അവരുടേതായ ഒരു ഇതൊക്കെ കാണിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായോ? റിലീസ് ഓഫ് ഇൻഫോർമേഷൻ. യെസ്. സോ ആ 4 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. ടിക്കിടുകയോ അണ്ടർലൈൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. ഹോമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? മീനിങ് മനസ്സിലാവുന്നുണ്ടോ? ഫീറ്റൽ ഡെത്ത്സ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള മരണം, ശിശുവിന്റെ മരണം. മറ്റേ ഹോമിസൈഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ എന്തെങ്കിലും കൊല്ലപ്പെടുക, കൊലപാതകം. യെസ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്? മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഏതൊക്കെ വേണമെന്ന്. ഒന്ന്, അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകും, സിഗ്നേച്ചർ ഇടിപ്പിച്ച് കേട്ടോ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ. പിന്നെ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വ്യവസ്ഥകൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. കണ്ടന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫോർമേഷൻ, ഏതെങ്കിലും ഇൻഫോർമേഷൻസ് നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്തു റിലീസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള കൺസെന്റ്. കണ്ടന്റ് എന്നാണോ കൺസെന്റ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? കണ്ടന്റ് എന്നാണോ കൺസെന്റ് എന്നാണോ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? ഇവിടെ കൺസെന്റ് ആണ് വരേണ്ടത് കേട്ടോ. അത് കൺസെന്റ് ആണേ. ഓക്കെ, അപ്പൊ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഞാനിപ്പോ എന്റെ ഡാറ്റ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച കാര്യം പിന്നവർക്ക് കൊടുത്തോ എന്ന് പറയുകയാണെങ്കിലേ പറഞ്ഞാലും അത്രയും കൊടുക്കാൻ പാടില്ല. പക്ഷെ പോലീസ് കേസസിൽ അങ്ങനെയല്ല കേട്ടോ. അവർ പറഞ്ഞില്ലെങ്കിലും ഹോസ്പിറ്റൽസ് കൊടുക്കേണ്ടി വരും. അല്ല, ഇതിപ്പോ എന്നെ കുറിച്ചൊരു ഡാറ്റ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്നെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം. അപ്പൊ ഞാനൊരു പരിചയം ഒരു അറിവില്ലാത്ത ആളുകൾക്ക് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ അവരിൽ നിന്ന് സമ്മതം വാങ്ങിക്കണം. കൺസെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ അത് ഒരു ഡാറ്റയാണ്, അവരുടെ ഡോക്യുമെന്റ് ആണ്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിൽ അതും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ്. അഡ്മിനിസ്ട്രേഷൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഹോസ്പിറ്റൽസിന്റെ കൃത്യമായി സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അതിന്റെ മാനേജ്മെന്റിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി റെക്കോർഡ്സ് വിച്ച് ഇസ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്, അഡ്മിഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ സമയത്ത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഡാറ്റാസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ആണ്. ഒന്ന്, അവരെ സംബന്ധിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. രോഗി ആരാണ്, രോഗിയുടെ രോഗം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ആരെയാണ് ഡോക്ടറെ കണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ, അവർ ക്യാഷ് ആയിട്ട് തീർത്തോ, ഇൻഷുറൻസ് ഉള്ളവരാണോ, അത് ഏതൊക്കെ ബില്ലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഫിനാൻഷ്യൽ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ.
പിന്നെ ഡാറ്റ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ആളോട് ചോദിച്ച് കുറച്ച് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് ആണ്. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ് റെക്കോർഡ്, പിന്നെ സമ്മറി ഷീറ്റ് അല്ലെങ്കിൽ ഫേസ് ഷീറ്റ് എന്ന് പറയും. ആളെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം ഡാറ്റയായിട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തായാലും ഇതൊക്കെ കണ്ടന്റുകളാണ്, ഇതൊക്കെ അവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ആ റെക്കോർഡ്സിനകത്ത് കണ്ടന്റിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? വെറുതെ കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിന് കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഉള്ളടക്കം, ആവശ്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന കണ്ടന്റുകൾ. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അവിടെ നമുക്ക് അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. Condition of admission. When a patient is admitted to the hospital, there are some conditions to be satisfied. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വരുന്നു, ആളെ വീണ്ടും കൂടുതൽ എന്താ പറയാ, ആൾക്ക് നല്ലൊരു കെയറിങ് കൊടുക്കണം, കുറെ കാര്യങ്ങൾ ആളിന് കണ്ടെത്താനുണ്ട്, അല്ലെങ്കിൽ ഇതിന് സീരിയസ് ആയിട്ടുള്ള കേസസിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് ഹാവ് ടു ബി അഡ്മിറ്റഡ്. തീർച്ചയായും പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ചില കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആ അഡ്മിഷന്റെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അഡ്മിഷനും ഡിസ്ചാർജും രണ്ടും ഉണ്ടാവുമോ? ചിലപ്പോൾ ഒരു ഫോം ആയിരിക്കും, രണ്ട് രൂപയും ഒരു ഒറ്റ ഫോം ആയിരിക്കും. അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ എഴുതുക, ഡിസ്ചാർജ് സ്ട്രൈക്ക് ചെയ്യുക. ഡിസ്ചാർജിന്റെ സമയത്താണ് ഈ അഡ്മിഷൻ സ്ട്രൈക്ക് ചെയ്യുക, ഡിസ്ചാർജ് അവിടെ ഉണ്ടാവും. ആ ഷീറ്റിന്റെ അതിനകത്ത് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൺസെന്റ്, അവരുടെ സമ്മതമാണ്. അഡ്മിഷനോ ഡിസ്ചാർജോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മതമാണ് അതിനകത്ത് തെളിയിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് സിഗ്നേച്ചറൊക്കെ ഒപ്പൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുക. അതിന്റെ ബാക്ക് സൈഡിൽ വായിച്ചൊക്കെ നോക്കി, കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കി, കൃത്യമായിട്ട് അതിന്റെ സൈൻ വാങ്ങിച്ചു വെക്കുക. ദാറ്റ് മീൻസ് അവര് ആ വ്യവസ്ഥയ്ക്ക് എന്താ പറയാ, അവർക്ക് എന്താ പറയാ, എഗ്രി ചെയ്യുന്നു. കണ്ടീഷൻസ് ഒക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഗ്രി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഓക്കെ, അവിടെ തൊട്ട് താഴെ പറയുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് ദ പേഷ്യന്റ് അഗ്രീസ് ടു റിസീവ് റുട്ടീൻ കെയർ. ആ റുട്ടീൻ കെയർ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കാണ്. ഐ എഗ്രി. കണ്ടീഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ഫോണിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെ? എന്ന് വെച്ചാൽ ഞാൻ ഈ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ കണ്ടീഷൻസ് ഒക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. റുട്ടീൻ കെയർ എനിക്ക് കിട്ടണം, അതിനാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ആ ഷീറ്റിന്റെ അകത്ത്. അതപ്പോ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ഭാഗമായി. ഇനി ഹോസ്പിറ്റൽസ് when they are admitting patients, they cannot guarantee the outcome. That means നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കിടത്തുന്നു, രോഗം വിശദമായിട്ട് പരിശോധിക്കാനുണ്ട്, അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റൽസിന് ഒരാളുടെ ആ പറയുന്ന കാര്യത്തിന് അഡ്മിറ്റ് ചെയ്തതിന്റെ റിസൾട്ടിന് വേണ്ടി അതിന്റെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കാനൊന്നും ഹോസ്പിറ്റൽസിന് പറ്റില്ല, അല്ലെ? പറ്റുമോ? ഒരാള് രോഗിയായിട്ട് വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പോ ആളെ ഏറ്റവും പെട്ടെന്ന് അവരെ ശുശ്രൂഷിക്കുക, അവർക്ക് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. പക്ഷെ എങ്കിലും ജീവൻ തിരിച്ചു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ഹോസ്പിറ്റൽസിൽ? ഇല്ല. ഡോക്ടേഴ്സ് എപ്പോഴും പറയും, അല്ലെ, നമ്മൾ പരമാവധി ശ്രമിക്കും. ആൻഡ് ആഫ്റ്റർ ഓൾ എവറിഥിങ് എന്താണ് വെസ്റ്റഡ് അപ്പോൺ ഹിം. ആ ഹിം ആരാ? ഗോഡ്, അല്ലെ? ദൈവത്തിലാണ്, എല്ലാം ദൈവത്തിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി എല്ലാം അവരാണ്. അങ്ങനെയൊക്കെ പറയുമല്ലോ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കൊണ്ടുവരുമ്പോ. അപ്പൊ അതാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ പറയാൻ പാടില്ലേ, ഇല്ല ഇത് ഞാൻ ഉറപ്പ് തരുന്ന ആളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. നോട്ട് ഗ്യാരണ്ടി. അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പാടില്ല, കൊടുക്കില്ല ഒരു ഡോക്ടേഴ്സും. കാരണം അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നതാണ്. ഹി ഹൂ ഹീൽസ്, നമുക്കറിയാം എന്താ പറയാ, ദൈവിക ശക്തി ഉണ്ടെങ്കിൽ ആളെ തിരിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് അവര് തന്നെ പറയാം. ദാറ്റ് മീൻസ് അവര് ഒരു ഉപാധിയാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ്, പ്രവർത്തിക്കുകയാണ് ഇന്ന ആളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ആ പ്രവർത്തിക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിയും അതിനുള്ള വിവേകവും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ആളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുക. ബാക്കി എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്ന് നമുക്ക് പറയണ്ടേ,
അല്ലെ? അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഇത് വിചാരിച്ചിട്ട് ഹോസ്പിറ്റൽസിന് ഒരിക്കലും ആ പേഷ്യന്റിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പാടില്ല. ഇനി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ക്ലർക്ക് ഉണ്ട്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ ക്ലർക്ക് ഉണ്ട്. ആ അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ടു ഡിസ്ക്രൈബ് ദ പേഷ്യന്റ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഫോം ആൻഡ് ഇറ്റ്സ് പർപ്പസ്. ഇങ്ങനെ ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് അഡ്മിഷൻ ഫോം ഉണ്ടല്ലോ, ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ ക്ലർക്ക് അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ പോയിന്റ് വായിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പറ്റാത്തവരാണെങ്കിൽ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ ഇതിനത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അതിനകത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് അതിന്റെ കൺസെന്റ് വാങ്ങിക്കേണ്ടത്, സൈൻ ചെയ്യിപ്പിക്കേണ്ടത്. അതെന്തിനാണ് ഈ അഡ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളും അതിന്റെ പർപ്പസ് ലക്ഷ്യം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് സൈൻ ചെയ്യിപ്പിക്കേണ്ടത്. വായിക്കാനോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത കണ്ടീഷനിലോ ഉള്ള ആളുകളോട് വേഗം ഇവിടെ ഒപ്പിട്ടെ എന്ന് പറയുകയല്ല ചെയ്യാൻ. ഇന്ന കാര്യത്തിനാണ്, അപ്പൊ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫർദർ ചികിത്സ ആവശ്യമുണ്ട്, നിങ്ങൾ ഇതിന്റെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ കാരണം ഉണ്ടോ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. വളരെ എന്താ പറയാ ഒരു നല്ല ഒരു ഇതില് അവർക്ക് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചു വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയോ? സോ that are the conditions of admission. അഡ്മിഷന്റെ സമയത്തുള്ള ചില വ്യവസ്ഥകളാണ് നമ്മൾ ആ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അതില് നമുക്ക് ഈ ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ് മാത്രം, ഡ്യൂട്ടി ഓഫ് അഡ്മിഷൻ ക്ലർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി. കുറച്ച് എളുപ്പമുള്ള ഭാഗമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് തന്നെ തോന്നി ഇത്ര വെച്ച് നമുക്ക് നിർത്താം. സോ വിൽ മീറ്റ് ടുമോറോ. നാളെ വരാട്ടാ. നാളെ ക്ലാസ് ആരെങ്കിലും വാങ്ങിച്ചിട്ട് ഞാൻ വരും. എന്റെ ഒരു ക്ലാസ് പോയിരുന്നതുകൊണ്ട് കേട്ടാ. സോ ബൈ. താങ്ക് യു.